ബഹുമാനപ്പെട്ട മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹു ഇസ്ലാമിന്റെ പ്രചരണത്തിന് വേണ്ടി നമ്മുടെ നാട്ടിലേക്ക് വന്നു. മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹു കൊണ്ടുവന്ന മതം ഇന്ന് ആരുടെ കയ്യിലുള്ളതാണ്? അവിടെയാണ് നാം അന്വേഷിക്കേണ്ടത്. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പാഠശാലയിൽ നിന്ന് ഇസ്ലാമിന്റെ പാഠഭാഗങ്ങളെ ഓഥന്റിക്കായി പഠിച്ച് അതിന്റെ ഒഫീഷ്യൽ മെസ്സഞ്ചറായി എത്തിയ ആളാണ് ബഹുമാനപ്പെട്ട മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹു. മഹാനവറുകൾ കേരളത്തിലേക്ക് കൊണ്ടുവന്നപ്പോൾ ഉണ്ടായിരുന്ന മതം, പ്രിയപ്പെട്ടവരെ, ഇന്ന് മുജാഹിദുകളുടെ കയ്യിലുള്ള മതമാണോ? ജമാഅത്തെ ഇസ്ലാമിയുടെ കയ്യിലുള്ള മതമാണോ? തബ്ലീഗ് ജമാഅത്തിന്റെ കയ്യിലുള്ള മതമാണോ? മറ്റേതെങ്കിലും പ്രസ്ഥാനങ്ങളുടെ കയ്യിലാണോ? എങ്ങനെയാണ് നമ്മൾ വിലയിരുത്തുക? നിങ്ങൾ ആലോചിച്ചു നോക്കണം. ബഹുമാനപ്പെട്ട മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹു സംഘവും പരിശുദ്ധമായ ഇസ്ലാമുമായി ഇവിടെ വന്നു. ആ ഇസ്ലാമിന്റെ ആശ്ലേഷത്തിന്റെയും ആഗമനത്തിന്റെയും കാലത്തിന് ഏകദേശം 14 നൂറ്റാണ്ടോളം പഴക്കമുണ്ട്. 1400 സംവത്സരങ്ങൾക്ക് മുമ്പ് കടലിന്റെ മേലെക്കൂടെ അലമാലകളെ അതിജയിച്ചുകൊണ്ട് ആദർശത്തിന്റെ ആത്മവീര്യത്തോടെ കേരളത്തിന്റെ മണ്ണിലേക്ക് വന്നു മഹത്തുക്കൾ. അവരുടെ യാത്രയുടെ ലക്ഷ്യം ഇസ്ലാമിക പ്രചാരണം. അവരുടെ കയ്യിലുള്ള ആയുധം ഈമാനിന്റെ നിറധരി. അവരുടെ കയ്യിലുണ്ടായിരുന്ന സമവാക്യം ഈമാനികമായ പുഞ്ചിരി. മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിലുണ്ടായിരുന്ന വാളിന്റെ നീളം കണ്ടുകൊണ്ടല്ല മലബാറിന്റെ മണ്ണ് മാപ്പിള നാടായി മാറിയത്. മാലിക് ഇബ്നു ദീനാർ തങ്ങൾ കടന്നു വന്നപ്പോൾ കയ്യിലുണ്ടായിരുന്ന ആയുധത്തിന്റെ സംഹാര ശക്തി കൊണ്ടല്ല കൊടുങ്ങല്ലൂരിന്റെ മക്കൾ മഹനീയമായ മക്കയുടെ ആദർശത്തിലേക്ക് മാറിയത്. നിങ്ങൾ മനസ്സിലാക്കണം. ആ മഹനീയമായ ആദർശവുമായി ഇവിടെ എത്തി ഇന്ന് 1400 വർഷത്തോളം തികയുകയാണ്, അല്ലെങ്കിൽ അത് കഴിഞ്ഞിരിക്കുകയാണ്. ഹിസ്റ്റോറിക്കൽ ഒപ്പീനിയൻസ് എല്ലാം നമുക്ക് പരിഗണിക്കാം. ഏതായാലും 1.5 സഹസ്രാബ്ദത്തോളം കടന്നു വന്ന ഈ ഇസ്ലാമിക ചരിത്രത്തിൽ ഇന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ 1300 കൊല്ലം മുസ്ലിങ്ങൾക്കിടയിൽ, കേരള മുസ്ലിങ്ങൾക്കിടയിൽ യാതൊരു വിധത്തിലുള്ള ഡിസ്ക്രിമിനേഷനും ഉണ്ടായിരുന്നില്ല. 1300 കൊല്ലം മുസ്ലിം കേരളത്തിലെ ജനതയുടെ ഇടയിൽ, കേരളത്തിലെ മുസ്ലിം ജനതയുടെ ഇടയിൽ യാതൊരു അഭിപ്രായ വ്യത്യാസവും ഉണ്ടായിരുന്നില്ല. കേവലം പ്രാദേശികമായ ചില അപസ്വരങ്ങൾ ഉണ്ടായേക്കാം, കുടുംബപരമായ ചില തർക്കങ്ങൾ വന്നു ഭവിച്ചേക്കാം. പക്ഷേ ആദർശത്തിന്റെയോ ആചാരത്തിന്റെയോ പേരിൽ കേരളീയ മുസ്ലിങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായിരുന്നില്ല. നാം പഠിക്കേണ്ടത് ഇവിടെ നിന്നല്ല, കുറച്ചുകൂടി നമുക്ക് പിന്നോട്ട് പോകാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധമായ ഇസ്ലാമിനെ സമ്പൂർത്തീകരിച്ചു എന്ന് അവിടുത്തെ വിയോഗത്തിന്റെ തൊട്ടു മുമ്പ് അവിടുന്ന് പറഞ്ഞു, അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന. ഇന്നിതാ പരിശുദ്ധമായ ഇസ്ലാമിനെ ഇവിടെ സമ്പൂർത്തീകരിക്കുന്നു. ഇതിന്റെ ക്വാളിറ്റിയിലും ക്വാണ്ടിറ്റിയിലും ഇനി ഒരാളും ഇടപെടേണ്ടതില്ല. ഒരു പ്രവാചകന്റെ നിയോഗം ആവശ്യമില്ല. ഒരു വേദത്തിന്റെ അവതരണം ഇനി വേണ്ട. ഖുർആൻ അവസാനത്തെ വേദം, തിരുനബി അവസാനത്തെ പ്രവാചകർ. അങ്ങനെ പറഞ്ഞുകൊണ്ട് പരിശുദ്ധമായ ഇസ്ലാമിനെ ഇവിടെ അവതരിപ്പിച്ചു. ആ വിശുദ്ധമായ ഇസ്ലാമിനെ ഏറ്റെടുത്തു മഹത്തുക്കളായ സ്വഹാബാക്കിറാം. ആരായിരുന്നു അവർ? അസ്ഹാബി കന്നുജൂം ഫബിഅയ്യിഹിം ഇഖ്തദൈതും ഇഹ്തദൈതും. ആരോട് തുടർന്നാലും വെളിച്ചത്തിന്റെ തലത്തിലേക്ക് മാത്രം എത്താൻ കഴിയുന്ന മഹനീയമായ ആദർശ പ്രഭാവത്തിന്റെ കാവലാളുകളായ സ്വഹാബത്തിന്റെ യുഗം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താകുമ്പോൾ ആദർശത്തെയും ആചാരത്തെയും അനുഷ്ഠാനത്തെയും പ്രമാണത്തെയും നിദാനത്തെയും അതുപോലെ തന്നെ നിർദ്ധാരണ യോഗ്യതയും മുഴുവനും നൽകിയിട്ട് പോയത് മഹത്തുക്കളായ സ്വഹാബത്തിന്റെ കയ്യിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശുദ്ധമായ വേദം ആരുടെ കയ്യിൽ കൊടുത്തു? 2 ചട്ടയ്ക്കുള്ളിൽ ക്രമീകരിച്ചൊരു ബുക്കായി ഏൽപ്പിച്ചതല്ല, മഹത്തുക്കളായ സ്വഹാബത്തിന്റെ ഖൽബിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തു. അതിന്റെ വ്യാഖ്യാനങ്ങളായ തിരുസുന്നത്തുകൾ ഒരു ഏടായിട്ടോ ഒരു ബുക്കായിട്ടോ അതിനെ ക്രോഡീകരിച്ചു നൽകിയതല്ല. സ്വഹാബത്തിന്റെ ഇടയിൽ സുന്നത്തെന്ന് പറഞ്ഞാൽ എന്താണ്? സുന്നത്തെന്ന് പറഞ്ഞാൽ ഒരു ക്രോഡീകൃതമായ ഒരു ഗ്രന്ഥമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വചനങ്ങളുടെയും പ്രവൃത്തികളുടെയും സമ്മതങ്ങളുടെയും സമാഹാരമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് കേട്ട സ്വഹാബികൾ, ചെയ്തതറിഞ്ഞ സ്വഹാബികൾ, മൗനത്തോടെ ചെയ്തികൾ അങ്ങോട്ടറിയിച്ച സ്വഹാബികൾ, അവരുടെ ജീവിതത്തിന്റെ ഇടയിൽ വ്യാപിച്ചു കിടക്കുകയാണ് സുന്നത്ത്. നിങ്ങൾ മനസ്സിലാക്കണം. അല്ലാതെ സ്വഹീഹുൽ ബുഖാരി അല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏൽപ്പിച്ചിട്ട് പോയത്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതചര്യകളെ മഹാന്മാരായ സ്വഹാബത്ത് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു തിരുനബി തങ്ങളോട് ഇരപകലുകൾ ചെലവഴിച്ച മഹാൻ, അവിടുത്തെ രാത്രിയിലെ നിസ്കാരം എങ്ങനെ, അവിടുത്തെ പകലത്തെ പ്രവൃത്തികൾ എങ്ങനെ, അവിടുത്തെ മൗനം എങ്ങനെ, സമ്മതം എങ്ങനെ, അവിടുത്തെ രചന എങ്ങനെ, രചന എങ്ങനെ, അതെല്ലാം നേരിട്ട് മനസ്സിലാക്കിയ സിദ്ദീഖുൽ അക്ബർ തങ്ങൾ അവിടുത്തെയുടെ ഹൃദയത്തിലാണ് ഹദീസിന്റെ സമാഹാരം. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആരാണ്? അൽ ഹഖ് അലാ ലിസാനി ഉമറ, സത്യത്തിന്റെ നാവെന്ന് അറിയപ്പെട്ട ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ കയ്യിൽ. ഇങ്ങോട്ട് മാറുക, ഇരട്ട വെളിച്ചത്തിന്റെ അധ്യക്ഷൻ എന്നറിയപ്പെടുന്ന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളുടെ കയ്യിൽ. അങ്ങോട്ട് മാറുക, ആദർശത്തിന്റെ പടവാൾ എന്നറിയപ്പെടുന്ന അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങളുടെ കയ്യിൽ. അങ്ങനെ ലക്ഷത്തിൽ പരം വരുന്ന സ്വഹാബാക്കൾ, ലക്ഷക്കണക്കിന് വരുന്ന സ്വഹാബികൾ അവരുടെ ഹൃദയത്തിൽ വ്യാപിച്ചു കിടക്കുകയാണ് സുന്നത്ത് എന്ന് പറഞ്ഞാൽ. ഇറ്റ് ഈസ് നോട്ട് എ കളക്ഷൻ ഓഫ് സം വേർഡ്സ് ഓർ വേർഡ്സ്. വചനങ്ങളുടെയോ വാക്കുകളുടെയോ കേവലം ഒരു കളക്ഷൻ അല്ല സുന്നത്ത്, മറിച്ചോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിന്റെ ഇരപകലുകളുടെ നേർ പരാവർത്തനങ്ങളാണ്. അതെവിടെ കിടക്കുന്നു? സ്വഹാബത്തിന്റെ ഖൽബിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായി. ഇനി ഇസ്ലാം അനുസരിച്ച് ജീവിക്കേണ്ട ആളുകളോ അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ. ഇന്നിതാ പരിശുദ്ധമായ ഇസ്ലാമിനെ പൂർത്തീകരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ലോകത്തോട് വിടവാങ്ങിപ്പോയ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരച്ചുകാട്ടിയ ആദർശത്തിന്റെ വഴിയിലേക്ക് കടക്കണമെങ്കിൽ അതിനുള്ള വഴി എന്താണ് സ്വഹാബത്തിനറിയാം. സിദ്ദീഖുൽ അക്ബർ തങ്ങൾ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളോട് ചോദിക്കുന്നു, തിരുനബി ഈ വിഷയത്തിൽ എങ്ങനെയായിരുന്നു ചെയ്തത്? അടുത്തയാള് ചോദിക്കുന്നു, തിരുനബിയുടെ സമീപനം എങ്ങനെയായിരുന്നു? അങ്ങനെ അവരുടെ ഇടയിൽ ഷെയർ ചെയ്തുകൊണ്ട് ഇസ്ലാമിന്റെ ആദർശത്തെ അവര് പഠിച്ചപ്പോൾ ഖൈറുൽ ഖുറൂനി ഖർനീ ثم الذين يلونهم ثم الذين يلونهم ثم الذين يلونهم. ഏറ്റവും ഉത്തമമായ നൂറ്റാണ്ട് എന്റേതാണ്. 3 നൂറ്റാണ്ടുകളെ എണ്ണി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വരിഷ്ഠ വാചകങ്ങൾ ആദരവിന്റെ മണിമകുടമണിയിച്ച 3 നൂറ്റാണ്ടുകൾ. അതിൽ ഒന്നാമത്തെ നൂറ്റാണ്ട് അവസാനിക്കാൻ അടുക്കുമ്പോഴാണ് ഇസ്ലാമിക പാരമ്പര്യത്തിന്റെ സെക്കൻഡ് സൊസൈറ്റി പിറവിയെടുക്കുന്നത്. അഥവാ ഖുർആനിന്റെ വ്യാഖ്യാനം എന്താണെന്നറിയാൻ സ്വഹാബികളുടെ കയ്യിൽ ഹദീസുണ്ട്, പക്ഷേ താബിഉകളുടെ കയ്യിലേക്ക് കൊടുക്കാൻ ഇനി അതിനൊരു സമീകൃതമായ രൂപം വേണം. അല്ലെങ്കിൽ സ്വഹാബികളോട് ചോദിക്കാൻ താബിഉകൾക്ക് കഴിയും, ഇനി അങ്ങോട്ടുള്ള ജനറേഷൻ എങ്ങനെയാണ് ഇസ്ലാമിനെ പഠിക്കുക? അതറിയാനാണ് 1-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ ലോകത്തോട് ഉദയം ചെയ്യുന്നു ബഹുമാനപ്പെട്ട ഇമാമുൽ അഅ്ലം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു. ഇമാമുൽ അഅ്ലം. ഈ മൈക്ക് കുറച്ചുകൂടി സൗണ്ട് വേണം, ഞാൻ വിട്ടു വെക്കുമ്പോൾ കിട്ടുന്നില്ലല്ലോ. ഇമാമുൽ അഅ്ലം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ഇസ്ലാമിക വിജ്ഞാനത്തിന്റെയും പാരമ്പര്യത്തിന്റെയും 2ാമത്തെ സ്റ്റെപ്പിലേക്ക് കടക്കുകയാണ്. ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ, സഹാബാക്കളുടെ യുഗത്തിൽ നിന്ന് വെളിച്ചത്തിന്റെ ജാജ്വല്യമായ രേഖകളെ ഹൃദയത്തിന്റെ പ്രോജ്വലമായ ഋതുക്കളോട് ചേർത്തു വെച്ച മഹാരഥന്മാർ അവരുടെ കാലം അവസാനിക്കാൻ പോവുകയാണ്. അവിടെയാണ് 1-ാം നൂറ്റാണ്ടിന്റെ അവസാനം. ഇമാമുൽ അഅ്ലം അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹു, ഇമാമുൽ മുസ്ലിമീൻ അബൂ ഹനീഫ കആയാത്തി സബൂരി അല സ്വഹീഫ. അവിടുന്ന് മഹാന്മാരായ പണ്ഡിതന്മാരുടെ മുഴുവനും തറവാട്ടിലെ കാരണവരായ മാലിക് ഇബ്നു ദീൻ ബഹുമാനപ്പെട്ട ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ജനിക്കുന്നത്. ആ 1-ാം നൂറ്റാണ്ടിൽ ജനിച്ച മഹാത്മാവ് അവിടുന്ന് ലഭ്യമായ മുഴുവൻ ഹദീസുകളെയും സമാഹരിച്ചു. ഈ ഹദീസുകൾ ഇനി അങ്ങോട്ട് പോയാൽ ജീവിതത്തിൽ ഒരു കളവ് പറഞ്ഞ ആളിൽ നിന്ന് പോലും തിരുനബിയുടെ വാചകം ആധികാരികമായി സ്വീകരിക്കാൻ കഴിയില്ല. അതാണ് ഹദീസ് റിപ്പോർട്ടിങ്ങിന്റെ ഔദ്യോഗികത.
ജീവിതത്തിൽ ഒരു കളവ് പറഞ്ഞാൽ അയാളുടെ ഹദീസ് പറഞ്ഞാൽ സ്വീകരിക്കില്ല. അത്രയും ഓതന്റിക്കായി, അത്രയും പ്യൂരിറ്റിയോടെ, അത്രയും ശുദ്ധിയോടെ സംരക്ഷിക്കുന്ന ഹദീസ് ഇനി ഹദീസുകളായി അങ്ങോട്ട് പോയാൽ ചിലപ്പോൾ ജനങ്ങൾക്ക് ഇതിന്റെ ആശയങ്ങൾ ലഭിക്കാതെ വരും. അങ്ങനെ മഹാന്മാരായ ഇമാമുകൾ, ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു, അവിടുത്തെ ശിഷ്യനായ ബഹുമാനപ്പെട്ട മാലിക് ഇമാം തങ്ങൾ, അവിടുത്തെ ശിഷ്യനായ 2-ാം നൂറ്റാണ്ടിൽ ജനിച്ച ശാഫിഈ ഇമാം തങ്ങൾ, അവിടുത്തെ ശിഷ്യനായ തൊട്ടടുത്ത് ജനിച്ച അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ, അവർ 4 പേരും അടങ്ങുന്ന സമൂഹം ഇസ്ലാമിക പ്രമാണങ്ങളെ മുഴുവനും മേശപ്പുറത്ത് വെച്ചിട്ട് പ്രാക്ടിക്കൽ പ്രസന്റേഷൻ നടത്തി. പ്രാക്ടിക്കൽ പ്രസന്റേഷൻ എന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മുസ്ലിം ലോകത്തിന് പകർത്തേണ്ടതിനെ ആ പകർത്തേണ്ട രൂപത്തിലേക്ക് അവർ അവതരിപ്പിച്ചു. ഉദാഹരണമായി പറഞ്ഞാൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ മദ്രസയിൽ പോയി പഠിക്കുന്നു, ഈമാൻ കാര്യം 6 ആണ്, അവകൾ അറിയൽ ഫർദാണ്. കേവലം ഒരു പാട്ടല്ലാതെ ഖുർആനിലെ ഒരു ആയത്തിന്റെ ഒരു പിക്ചറൽ അവതരണമാണ്. അഥവാ ആമന റസൂൽ എന്ന ആയത്തിനെ അക്കമിട്ടെഴുതിയെന്നേ ഉള്ളൂ. ഇസ്ലാം കാര്യം 5 ആണ്, ഈമാൻ കാര്യം 6 ആണെന്ന് പറയുമ്പോൾ അതൊരു ഹദീസിന്റെ വളരെ മനോഹരവും പ്രാക്ടിക്കലുമായ ഒരു അവതരണമാണ്. ആ അവതരണത്തിന്റെ പശ്ചാത്തലത്തിലാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇസ്ലാമിനെ പ്രാക്ടിക്കലായി അവതരിപ്പിച്ചു ഈ 4 മദ്ഹബിന്റെ ഇമാമുകളും. അവരുടെ ജീവിതത്തെ മുഴുവനും ഖുർആനിന്റെയും ഹദീസിന്റെയും ആധികാരികമായ പഠനത്തിനും ആധികാരികമായ നിർദ്ധാരണത്തിനും ഔദ്യോഗികമായ അവതരണത്തിനും വേണ്ടി ഒഴിഞ്ഞുവെച്ചു. അങ്ങനെ 4 മദ്ഹബിന്റെ ഇമാമുകളും ഇസ്ലാമിനെ പ്രായോഗികമായി അവതരിപ്പിച്ചു കഴിഞ്ഞപ്പോൾ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോ പരിശുദ്ധമായ ഖുർആനോ ഗണ്യതമായി പറഞ്ഞ ഒരു വിഷയത്തിലും മഹാന്മാരായ പണ്ഡിതന്മാരുടെ ഗവേഷണം ആവശ്യമില്ല. ഉദാഹരണമായി നമ്മൾ മനസ്സിലാക്കണം, നിസ്കാരം 5 നേരമാണ്, അത് ഗണ്യതമായി പ്രമാണങ്ങളിലുള്ളതാണ്. അവിടെ മാലിക് ഇമാമിനൊരു ഗവേഷണമില്ല, അബൂ ഹനീഫ ഇമാമിനൊരു ഗവേഷണമില്ല, 4 മദ്ഹബിന്റെ ഇമാമുകൾക്കും അവിടെ ഗവേഷണമില്ല. നിസ്കാരത്തിന്റെ റക്അത്തുകളുടെ എണ്ണം, അതിൽ മഹാന്മാരായ പണ്ഡിതന്മാർക്ക് ഗവേഷണമില്ല. പിന്നെ എവിടെയാണ് 4 മദ്ഹബിന്റെ ഇമാമുകളും അഭിപ്രായ വ്യത്യാസമായത്? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഗണ്യതമായി പറയാത്തതും വിശദീകരണ സ്വാതന്ത്ര്യമുള്ളതും സ്വഹാബാക്കളുടെ ഇടയിൽ വ്യത്യസ്ത വിശദീകരണങ്ങൾ ഉണ്ടായതുമായ വിഷയങ്ങളിൽ മാത്രമേ മഹാന്മാരായ മദ്ഹബിന്റെ ഇമാമുകൾ വ്യത്യസ്ത അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ളൂ. അല്ലാതെ മദ്ഹബിന്റെ ഇമാമുകളുടെ ഇടയിൽ തർക്കമില്ല. 4 പേരും ഗുരു ശിഷ്യന്മാരാ, 4 പേരും ഉസ്താദും തിൽമീദുമാരുമാ, 4 പേരും ബുദ്ധിയിലും വൈഭവത്തിലും അറിവിലും വിവേകത്തിലും ഇബാദത്തിലും ലോകത്തെ മുഴുവൻ സമ്മതരാ. അങ്ങനെയുള്ള 4 മഹാന്മാരായ ആളുകൾ ഇസ്ലാമിനെ പ്രാക്ടിക്കലായി അവതരിപ്പിച്ചു.